കഥയുടെ പേര് ഭൂതപ്പാട്ട്. ഇടശ്ശേരിയുടെ പ്രശസ്തമായ കവിതയാണ് ഭൂതപ്പാട്ട്. അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ. ഒരമ്മയ്ക്ക് തൻ്റെ സ്വന്തം മകനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ഈ കഥ പറയുന്നത്. കിളിപ്പുള്ളിക്കര ഗ്രാമത്തിലെ ആ കൊച്ചു വീട്ടിൽ അന്നും പതിവ് പോലെ കുട്ടികൾ വന്നു. എന്തിനാണെന്നോ മുത്തശ്ശി പറയുന്ന കഥ കേൾക്കാൻ. അപ്പോഴാണ് പടിവികൃതിയായ ഉണ്ണിക്കുട്ടൻ കരഞ്ഞുകൊണ്ട് അവിടെ എത്തുന്നത്. മുത്തശ്ശി മുത്തശ്ശി, അമ്മേനെ തല്ലി, അമ്മ ചീത്തയാ. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഥ പറയാൻ ആരംഭിച്ചു. പണ്ട് പണ്ടൊരു പാറക്കെട്ടിന് മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം വഴി തെറ്റിച്ചു കൊണ്ടുപോയി വഞ്ചിക്കുകയായിരുന്നു അവന്റെ പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു നമ്പൂതിരി മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചു വരികയായിരുന്നു. അപ്പോഴേതാ പൂമരച്ചുവട്ടിന് താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് നമ്പൂതിരി മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പൂതിരിയെ പിന്നെ ആരും കണ്ടിട്ടേയില്ല. അങ്ങനെയിരിക്കെ കുന്നിൻ ചെരുവിലെ നങ്ങേലിയുടെ മകൻ എഴുത്ത് പഠിക്കാൻ പോയി. നല്ല തങ്കക്കുടം പോലെയുള്ള കുട്ടി. ഈ കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. ഈ കുട്ടിയെ തനിക്ക് വളർത്തിയാൽ എന്ത്? ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷമിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. സന്ധ്യയായിട്ടും തന്റെ കുട്ടിയെ കാണാതെ അമ്മ മലമുകളിൽ അന്വേഷിച്ചു നടന്നു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ചാത്തനെ കണ്ടത്. നങ്ങേലി ചാത്തനോട് ചോദിച്ചു, എന്റെ മകൻ എവിടെയെങ്കിലും കണ്ടോ ചാത്ത? പൂവമ്പ്രാട്ടിയായി മലമുകളിൽ കളിക്കുന്നത് കൊണ്ടു. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയുമുണ്ട്. മലമുകളിലെ കൊടുംഭീകരനായ ഭൂതമാണ് തന്റെ ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് സത്യം നങ്ങേലി ഒരു ഞെട്ടലോടെ അറിഞ്ഞു. നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിന്റെ അടുത്ത് പാഞ്ഞു ചെന്നു. ഈ കുന്നിൻ ചെരുവിലെ ഭൂതമേ, എന്റെ ഉണ്ണിയെ എനിക്ക് തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മ എത്തിയെന്നറിഞ്ഞ ഭൂതം എന്തു ചെയ്തെന്നോ? ഒരു കൊടുങ്കാറ്റായി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അമ്മ പതറിയില്ല. പല മായാവിദ്യകളും കാണിച്ചു. പക്ഷേ അമ്മ ഒരടി പോലും പിന്നോട്ട് വെക്കാൻ തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, നിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് എനിക്ക് തരിക, എന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാവം അമ്മ തന്റെ ഉണ്ണിയെ കിട്ടാൻ തന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണ്ടേ? ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ച് വേറൊരു ഉണ്ണിയെ നിർമ്മിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ തന്റെ ഉണ്ണിയെ തലോടി. പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലെന്ന്. പെറ്റമ്മയെ പറ്റിക്കുന്ന പൊട്ടഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ് ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് ഏൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം 2 കണ്ണുകളെയും ഉണ്ണിയെയും തിരിച്ചു കൊടുത്തു. ഉണ്ണിയെ വിട്ടുപിരിയാനുള്ള സങ്കടം മനസ്സിലാക്കിയ അമ്മ വർഷത്തിലൊരിക്കൽ വന്നു കാണാൻ അനുവാദം നൽകി. പ്രിയ കൂട്ടുകാരെ, ഒരമ്മയ്ക്ക് തന്റെ സ്വന്തം മകനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ഞാനിവിടെ പറഞ്ഞത്. ആറ്റിലെ വെള്ളം മേലോട്ട് എന്നല്ലേ ചൊല്ല്.